മറ്റുള്ള മൃഗങ്ങൾക്ക് ഇവിടെ കുഴിച്ചെടുക്കാനുള്ള കഴിവില്ല. അതുകൾ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് ആനമലയിലാണ്. മസനിയമ്മൻ കോവിലിനടുത്ത് ഒരുപാട് ലോഡ്ജുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂം കിട്ടുന്നതിനൊന്നൊരു പ്രയാസമില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്നാൽ റൂംസൊക്കെ കിട്ടും. പറമ്പിക്കുളം ടൈഗർ റിസർവിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 ടൗണുകളിലൊന്നാണ് ആനമല. പിന്നീട് വരുന്നത് പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചി ആകുമ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു 15-18 കിലോമീറ്ററും ദൂരത്താണ്. രാവിലെ എത്രയും പെട്ടെന്ന് പോകത്തക്ക രീതിയിൽ നമ്മൾ ആനമലയിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തു. ഇപ്പോൾ രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ആനമല ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. ആനമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. ആനമല ടൈഗർ റിസർവും കടന്നാണ് നമുക്ക് കേരളത്തിൻ്റെ എൻട്രിയിലേക്ക് കടന്നിട്ട് പറമ്പിക്കുളത്തേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു കവാടം ആനമല ടൈഗർ റിസർവിൻ്റെ അതായത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടിക്കറ്റ് നിർബന്ധമായിട്ട് എടുക്കണം. അത് പെർ പേഴ്സണും പെർ വണ്ടിക്കും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. ഒരാളിന് 30 രൂപയും ഒരു കാറിന് 50 രൂപയുമാണ് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ ഇവർ ചാർജ് ചെയ്തത്. ഇവിടുന്ന് കാട്ടിനുള്ളിലൂടെയുള്ള യാത്ര തന്നെയാണ്. കുറച്ച് ദൂരമൊക്കെ ഹൈ റേഞ്ച് പോലെ ചെറിയ മലകളൊക്കെ കയറാനൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നോർമൽ റൂട്ടാണ്, അധികം തിരക്കൊന്നുമില്ല. കാട് മൊത്തത്തിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പച്ചപ്പ് വളരെ കുറവാണ് ഈ ഒരു ഭാഗത്തൊക്കെ. ഈ ഭാഗത്ത് ഒരുപാട് മയിലിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് പറമ്പിക്കുളത്തിൻ്റെ ആ ഒരു ബോർഡറിനടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് കുറേ കാട്ടുപന്നി കൂട്ടങ്ങളും ഒക്കെ നമ്മൾ കാണാനിടയായിരുന്നു. ഏകദേശം ഒരു 8-10 എണ്ണത്തോളം വരുന്ന ഒരു ചെറിയൊരു കൂട്ടമാണ്. കുഞ്ഞു പന്നികളും ഒക്കെ ഇതിനകത്തുണ്ട്. എന്തൊക്കെയോ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടുന്ന് പോകുന്ന വഴി തന്നെ കുറേ കരിങ്കുരങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. നീൽഗിരി ലങ്കൂർ. ഈ മരത്തിൽ നിറയെ കുരങ്ങന്മാരിപ്പുണ്ട്. എന്തൊക്കെയാണ് ചെറിയൊരു ഫ്രൂട്ടാണ് അതിനുള്ളിലുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് തോന്നുന്നു. അതും ഇലയൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് കുറുകിന് ഒരു മയിൽ പറന്നു വന്നിരുന്നത്. ആദ്യം വിചാരിച്ചു ഒരെണ്ണം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത്. പിന്നീട് റോഡിന് മുന്നിലേക്ക് നോക്കിയപ്പോഴത്തേക്കും മറ്റൊരാൾ അവിടെ പീലേക്ക് വിടർത്തി ഇങ്ങനെ ആടുവാണ്. പക്ഷേ ഞങ്ങളെ കണ്ടപാടെ വണ്ടി ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് എടുത്തിരുന്നു. കണ്ടപാടെ ആൾ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാങ്ങി. അങ്ങനെ ഞങ്ങൾ ആനമല ടൈഗർ റിസർവിൻ്റെ ആ ഒരു പരിധി വിട്ട് നമ്മുടെ കേരള അതിർത്തിയിലേക്ക് എത്തി. കേരള അതിർത്തിയിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ വലിയൊരു കവാടം കാണാം. അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു കവാടമാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഒരു മരത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന രീതിയിലും മുകളിൽ കടുവയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് ആ എൻട്രി പോസ്റ്റിൽ നമ്മൾ കണ്ടത്. അവിടെ തന്നെ നമുക്ക് ഫോറസ്റ്റിന് ഒരു ചെക്ക് പോസ്റ്റും ഒരു ഓഫീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഓഫീസിൽ നിന്ന് നമ്മൾ ക്യാമറയ്ക്ക് ഒരു 45 രൂപ ടിക്കറ്റ് ഈടാക്കിയിരുന്നു. പിന്നെ നമ്മുടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റൊക്കെ ഇവിടെ കാണിക്കണമായിരുന്നു. ഇവിടെ തന്നെ ഒരു സഫാരി വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ എൻട്രിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഇവിടെ ക്യാമറയ്ക്ക് ഒരു 45 രൂപ വരെ ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ട്രെക്കിങ്ങിൻ്റെ എല്ലാം നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നൊരു പോയിൻ്റാണ്. ഇവിടെ വെൽക്കം ടു കേരള നമുക്ക് കാണാം. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ആനപ്പാടി 2 കിലോമീറ്റർ. ഇവിടെ ഒരു കഫറ്റേരിയ ഉണ്ട്. പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഷ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നാണ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മണിക്ക് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണെങ്കിലും ഒരുപാട് മയിലിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാട്ടിൽ ഒരുപാട് മയിലുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് മാറുമ്പോൾ തന്നെ ആ ഒരു പച്ചപ്പിൽ വരുന്ന വ്യത്യാസം തന്നെ വളരെയധികം ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ആ ഒരു ഓഫീസിൻ്റെ സൈഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത്. ഇവിടെ ഒരു ക്യാൻറ്റീൻ, വലത് സൈഡിൽ കാണുന്ന ഒരു ക്യാൻറ്റീനാണ്. ക്യാൻറ്റീനിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോകുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ ട്രെക്കിംഗ് ട്രെയിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചെത്തുന്നതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇവിടുന്ന് പാഴ്സൽ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിക്കുളത്തിൻ്റെ ഓഫീസിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓൺലൈനിലെടുത്ത് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനോടൊപ്പം ആധാർ കാർഡ് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഇവർ പറയുന്ന ID പ്രൂഫ് എന്തെങ്കിലും നമ്മൾ കയ്യിലെപ്പോഴും കരുതുന്നത് നല്ലതാണ്. ഇവിടെ അതെല്ലാം നമ്മൾ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ കൂടെ ഒരു ഗൈഡിനെയും കൂടെ ഇവർ ഇവിടുന്ന് വിടുന്നുണ്ട്.
ഈ ഓഫീസിനുള്ളിൽ തന്നെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പറമ്പിക്കുളത്തെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടത്തക്ക രീതിയിൽ. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചത് 1985-ലാണെന്നും 2009-ലാണ് അതൊരു ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒരുപാട് ഈ ഒരു മുറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് നമ്മുടെ കൂടെ ഒരു 2 ഗൈഡിനെയും കൂടെ വിട്ടാണ് നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയത്. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ മാറിയിട്ട് അവിടെ നിന്നാണ് നമുക്ക് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെരുവാരിപ്പള്ളം ഡാമിൻ്റെ അടുത്തു നിന്നാണ്. 3 ഡാമുകളാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. പറമ്പിക്കുളം ഡാം വരുന്നുണ്ട്, തൂണക്കടവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പെരുവാരിപ്പള്ളം ഡാമും വരുന്നുണ്ട്. ഈ പറമ്പിക്കുളം അണക്കെട്ടിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 285 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു കാടാണ് നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. അതായത് കടുവയും പുലിയൊക്കെ ആവശ്യമുണ്ട്. ലാസ്റ്റ് സെൻസസിൽ ഏകദേശം ഒരു 35ഓളം കടുവകളും 150ഓളം ലെപ്പേർഡ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പെരുവാരിപ്പള്ളം ഡാമിലെത്തിയിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമുക്ക് ഇവിടെ നിന്നാണ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും ജസ്റ്റ് ഒരു ഓഫീസുണ്ട്. നമ്മുടെ റെസിപ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയും കൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വെള്ളമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. പിന്നെ ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ ആ ഒരു ഓഫീസിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹലോ എവരിവൺ, പ്ലാനറ്റ് എർത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ്. അതിൻ്റെ ഒരു ട്രെക്കിംഗ് ട്രയൽ പോവാണ്. ഈ ട്രെക്കിങ്ങിൻ്റെ പേര് പക്മാർക്ക് ട്രെക്കിങ്ങിനാണ്. അപ്പോൾ ശരിക്കും ഒരു 5 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് നമുക്ക് ഈ ട്രെക്കിങ്ങിന് പോകാൻ പറ്റുന്നത്. നമ്മുടെ കൂടെ 2 ഫോറസ്റ്റ് ഗാർഡ്സും ഉണ്ട്. അപ്പോൾ പറമ്പിക്കുളം നാഷണൽ പാർക്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ടിക്കറ്റ് അവൈലബിൾ ആണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പറമ്പിക്കുളത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 9 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തി. ഒരു 9:30യോടുകൂടി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പെരുവാരിപ്പള്ളം റിസർവോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കൂടെ 2 ഗൈഡ്, ലോക്കൽ ട്രൈബ്സ് ഇതിൽ വരുന്ന 2 ഗൈഡുമാർ നമ്മുടെ കൂടെ ഉണ്ട്. 5 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഞങ്ങളിപ്പം ട്രെക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ബാച്ചിൽ 5 പേരാണ് അലോ ചെയ്യുന്നത്. ഇവിടെ നേരെ കാണുന്ന ഒരു ഐലൻഡാണ് വീട്ടിക്കുന്ന് ഐലൻഡ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ നമുക്കത് ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുളങ്കാടുകളും തേക്കിൻ കാടുകളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. തേക്കിൻ കാടുകൾ ഏറ്റവും വലിയ തേക്കിൻ കാട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമായിട്ടുള്ള കന്നിമര തേക്കും ഈ ഒരു കാട്ടിലാണുള്ളത്. നമ്മൾ അതിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു മാനിനെ സ്പോട്ട് ചെയ്തു. ഈ മുളങ്കാട്ടിൽ നിന്ന് ആ ഒരു തേക്കിൻ കാടിൻ്റെ ആ ഒരു വശത്തേക്ക് മാറിയിട്ടാണ് കണ്ടത്. ആദ്യം 1-2 എണ്ണത്തിനെയായിരുന്നു കണ്ടത്. പിന്നെ വാലവാലയായിട്ട് ഒരു 10-15ഓളത്തിൻ്റെ കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇത് 2 കാലം പുലിയാണെങ്കിൽ വലുതാണ്, പുള്ളി ഇത് ഫ്രഷ് രാത്രി പോയതാ. അങ്ങനെ നമ്മൾ ആദ്യത്തെ പക്മാർക്ക് ട്രേസ് ചെയ്തിരുന്നു. ഒരു കാലം വെച്ച് മാത്രമായിരിക്കും അപ്പം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 2 കാലം വെച്ച് ചെയ്യും. അവിടെ 2 കാലമായിരുന്നു. ഇത് ഒരെണ്ണം പറഞ്ഞിട്ടുള്ളൂ. ഒന്നെ അത്രയും വീതി പറയുമ്പോൾ അവൻ നടക്കുമ്പോൾ കുറച്ചുകൂടെ ഇതാവും. അങ്ങനെ ഒതുക്കി പിടിച്ച് ബലമായിട്ട് പിടിച്ച് ഇങ്ങനെ മാന്തിയല്ലേ. അല്ലെങ്കിൽ ഇതിനേക്കാളും നമ്മുടെ കൂടെയുള്ള 2 ഗൈഡും ഇവിടുത്തെ ആദിവാസി കോളനിയിൽ നിന്നുള്ളവർ തന്നെയാണ്. അതിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഷെൽവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ണനാണ്. അണ്ണനിവിടെ 1-ാം നമ്പർ കോളനിയിൽ നിന്നാണെന്ന് പറഞ്ഞു. മറ്റേത് കൂടെയുള്ളത് നിതീഷ് എന്ന് പറയുന്ന ആളാണ്. ആളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. മൊത്തം ഈ ഒരു ഭാഗത്ത് 6 ആദിവാസി കോളനികളാണ് വരുന്നത്. അതിൽ ഏകദേശം 2000ഓളം പോപ്പുലേഷനും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെക്കിങ് ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം പിന്നിട്ടപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടിരുന്നു. അതുമാത്രമല്ല, ഈ റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് ആനിമൽ സ്പോട്ടിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഒന്നിനെ കാണാൻ സാധിച്ചില്ല. ഈ ഭാഗത്ത് ലെപ്പേഡിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് നമ്മുടെ ഷെൽവനാണ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം മിണ്ടാതെയൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. അതായത് ആ കരിയിലേക്ക് ഇടയിലൂടെ ലെപ്പേഡ് പാസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ നോക്കിയിട്ടും ഒന്നും കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മുളങ്കാടിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ ഈ കാറ്റത്ത് ഈ മുളകൾ തമ്മിലുള്ള ആ ഒരു ഒച്ച കേൾക്കാനായിട്ട് വളരെയധികം ഭംഗിയാണ്.
എന്തോ ഒരു പ്രത്യേകതയാണ് കാട്ടിനുള്ളിലൂടെ ആ ഒരു ഒച്ച കേട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഒരു പുഴയുടെ സൈഡിലേക്കാണ് വന്നത്. പുഴയുടെ സൈഡിൽ പുഴയെല്ലാം വറ്റി വരണ്ട് കിടക്കുവാണ്, ഫുൾ മണൽ പോലെ തന്നെ കിടക്കുവാണ്. ഈ പുഴയിലൂടെ കുറച്ച് ദൂരം, ഏകദേശം 2-3 കിലോമീറ്ററോളം നമുക്ക് ഈ ഒരു പുഴയിലൂടെ നടന്ന് നീങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. വെള്ളമൊക്കെ വളരെ കുറവാണ്. അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സ്റ്റേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാട്ടിനുള്ളിലും വെള്ളം കുറവായതുകൊണ്ട് എന്തെങ്കിലും ആനിമൽസൊക്കെ വെള്ളം കുടിക്കാൻ, ആനയൊക്കെ ഇവിടെ സ്ഥിരം വരുന്നതാണെന്ന് പറഞ്ഞു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 500 മീറ്ററൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ 2 മിനിറ്റ് 5 മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ വളവുകൾ എത്തുന്ന സമയത്തും കാണാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആനിമൽസിൻ്റെയൊക്കെ കാൽപ്പാടുകളെല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. ആകെ കുറച്ച് വെള്ളമാണുള്ളത്. ആ ഭാഗങ്ങളിലെല്ലാം ആനിമൽസ് വന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെതായിട്ടുള്ള സകല ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കാഷ്ടവും ആനപ്പിണ്ടമൊക്കെ ഒരുപാടായിട്ട് കാണുന്നുണ്ട്. പിന്നെ മരത്തിൻ്റെ മുകളിൽ തേനീച്ച കൂടുകളുണ്ട്. തേനെടുക്കാൻ വേണ്ടിയിട്ട് ഈ ആദിവാസി വിഭാഗം ഇതിൻ്റെ മുകളിൽ കയറാറുണ്ടെന്നായിട്ട് പറയാറുണ്ട്. ഇത് പുഴയിൽ ആന വന്നിട്ട് തുമ്പിക്കൈ വെച്ചിട്ട് അടിയിലേക്ക് വെള്ളം ഉണ്ടോയെന്ന് ഇളക്കി നോക്കുന്നതാണെന്നാണ് ശെൽവനണ്ണൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് അത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് തോന്നിയില്ലെങ്കിലും പിന്നീട് മുന്നിലേക്ക് വന്നപ്പോഴാണ് തുമ്പിക്കൈ വെച്ചിട്ട് ഇത് മണ്ണിനടിയിലേക്ക് മണ്ണ് മാറ്റിയിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നതിൻ്റെ ഇത് കാണാൻ സാധിച്ചത്. അതായത് ആനകൾക്കൊക്കെ ഏത് ഭാഗത്ത് എത്രത്തോളം ഡെപ്തിൽ വെള്ളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കുമെന്നൊക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ വന്നപ്പോൾ ഒരു സ്പോട്ടിൽ നമ്മൾ ഈ ഒരു കുഴിയിൽ കുറച്ച് വെള്ളം ബാക്കി നിൽക്കുന്ന കണ്ടു. അത് നല്ല ഫ്രഷ് തെളിഞ്ഞ വെള്ളമാണ്. ആന അഴുക്ക് വെള്ളം കുടിക്കില്ല എന്നാണ് പറയുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ആന ഒരു കൂട്ടമായിട്ട് പോയതിൻ്റെ എല്ലാ ലക്ഷണം കാണുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടിയാനയുടെ ഒക്കെ പിണ്ടമൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് തൊട്ട് മുമ്പ് എന്തോ പോയതാണെന്നാണ് പറഞ്ഞത്. അതായത് മണ്ണിൻ്റെ നനവുകളൊന്നും മാറിയിട്ടില്ല. ആനയുടെ കാൽപ്പാടുകളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ടുണ്ടാവും. എന്നാലും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി വേറെ ഏതെങ്കിലും ആനിമൽസ് വരുന്നുണ്ടോ. തണുപ്പുണ്ടാവും. മറ്റുള്ള മൃഗങ്ങൾക്ക് ഈ പോലെ കുഴിച്ചെടുക്കാനുള്ള കഴിവില്ല. അതുകൾ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്ത് ഒരുപാട് തേനീച്ച കൂടുകൾ കാണുന്നുണ്ട്. അത് തേനെടുക്കാൻ വേണ്ടിയിട്ട് ആ മരത്തിൽ ചെറിയ ആപ്പുകൾ പോലെ മരക്കുറ്റികൾ അടിച്ച് കയറ്റിയിട്ട് അതും കാണാനുണ്ട്. വീഡിയോയിൽ അത് കൂടുതൽ വ്യക്തമാകുന്നില്ല. ഇവിടുത്തെ ആദിവാസി ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ കയറി തേനൊക്കെ കളക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിച്ചു. രണ്ടുപേരും എന്തൊക്കെയോ തിരക്കിട്ട പണിയിലാണെന്ന് തോന്നുന്നുണ്ട്. ഈ പുഴയിലെ മണ്ണിലൂടെ നടന്നിട്ടാണെന്ന് തോന്നുന്നു. നല്ല പൂഴിമണലാണ്. എല്ലാവരും വേഗം വേഗം ടയേർഡാവുകയാണ്. അതുപോലെ തന്നെ നല്ല ചൂടാണ്. ഇതിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് 2024. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് ഇവിടെ വരുന്നത്. നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് പോകുക എന്നുള്ളതാണ് ആകെയുള്ള സൊല്യൂഷൻ. അതുകൊണ്ട് വരുന്നവരെങ്കിലും മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും കൈ ക്യാരി ചെയ്യുന്നതാണ് നല്ലത്. വരുന്ന വഴിയിലൊന്നും വെള്ളം കളക്ട് ചെയ്യാനായിട്ട് സ്ട്രീംസോ കാര്യങ്ങളോ ഒന്നും ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വെള്ളം കയ്യിൽ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ളൊരു ഓപ്ഷൻ വരുന്നത്. 2 ലിറ്ററെങ്കിലും ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴും ലെപ്പേഡിൻ്റെ ഒരു ഇത് ആൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു. അങ്ങനെ നമ്മൾ പുഴയിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ച് ഈ റോഡിലേക്ക് കയറി. ഇത് ശരിക്കും സഫാരി വണ്ടികൾ പോകുന്നൊരു റൂട്ടാണ്. ഇതുവഴി പോകുമ്പോഴാണ് ആ കാണുന്നതാണ് കന്നിമര തേക്ക്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേക്കാണിത്. ഏകദേശം 40 മീറ്ററോളം ഹൈറ്റിലാണ് ഈ തേക്ക് വരുന്നത്. 470ഓളം വർഷം പഴക്കമുള്ള തേക്കാണ്. 470 വയസ്സാണ് ഇതിൻ്റെ പ്രായം. അപ്പോൾ അത്രത്തോളം വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നൊരു തേക്കുമരമാണിത്. 1994-95 കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു തേക്ക് കൂടിയാണ് ഇത്. അങ്ങനെ ഏകദേശം നമുക്കിനി ഒരു 2-2.5 കിലോമീറ്ററും കൂടിയാണ് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ആ റോഡിൽ നിന്ന് സഫാരി റൂട്ടിൽ നിന്ന് മാറി വീണ്ടും ഉൾക്കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഒരു മറ്റൊരു തരത്തിലുള്ളൊരു വൈബാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തണുത്ത കാറ്റാണ് ഈ ഒരു പ്രദേശത്ത് മൊത്തത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മാനും മ്ലാവ് തുടങ്ങിയ പല മൃഗങ്ങളും ഈ ഒരു ഉച്ച സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് നമുക്ക് പക്ഷേ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിട്ടിയില്ല. കുറച്ച് ദൂരത്തേക്ക് മാറിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മരങ്ങളുടെ തടസ്സം കാരണം നമുക്ക് ഈ വീഡിയോയിലേക്ക് പകർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതും ബ്രിട്ടീഷുകാരുടെ ശെൽവണ്ണൻ പറഞ്ഞിരുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു റൂട്ടായിരുന്നു, ഫോറസ്റ്റ് റൂട്ടായിരുന്നു അത്. ആ സമയത്തുണ്ടായിരുന്ന ചെറിയൊരു ബ്രിഡ്ജാണത്.
അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇതുവഴി ചാലുകൾ കൂടുതലായിട്ട് വരും. അപ്പം വെള്ളമൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ആ ഒരു ഡാമിൻ്റെ സൈഡിലേക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് ആ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ലെവലിലും താഴെ വരുന്ന ലെവലിലേക്ക് വരുന്ന ആ ഭാഗങ്ങളിലെല്ലാം പച്ചപ്പ് നല്ല കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ ആന കൂടുതലായിട്ട് വന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആന ഇവിടെ എല്ലാം ഉഴുതു മറിച്ചിട്ടിരിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആനയെ നമുക്ക് ഒന്നിനെയും തന്നെ ഒന്നും സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇവിടെ ശരിക്കും ആനയുടെ കാലുകളുണ്ട്. ഉഴുത് മറച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേരുമൊക്കെ ഈ കാട്ടാനകൾ ശരിക്കും പറഞ്ഞാൽ കാട് വളരുന്നതിനകത്ത് വളരെയധികം ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ടീം തന്നെയാണ്. കാര്യം കാട് ഉഴുതു മറിച്ച് ഇളക്കി, അതുപോലെ തന്നെ വിത്ത് പാകി, വിത്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റിയിട്ടും ഒക്കെ. അതായത് ആനയുടെ സഞ്ചാരപാതം എന്ന് പറഞ്ഞാൽ കാടിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം അനുയോജിച്ചതാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഡാമിൻ്റെ അടുത്തേക്ക് തിരിച്ച് വന്നു. നമ്മളിവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഇനി ഇവിടെ വന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ കാണുന്ന വീട്ടിക്കുന്ന് ഐലൻഡാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റേ ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കപ്പം അടുത്ത ഒരു പ്രോഗ്രാമിലായിട്ട്, അതായത് നമ്മുടെ പറമ്പിക്കുളം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലാനറ്റ് എർത്ത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ബാച്ച് എന്നുള്ള ലെവലിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ വീണ്ടും തുടരുന്നതായിരിക്കും. എല്ലാ ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്തിട്ട് മാത്രമായിരിക്കും ഈ പറമ്പിക്കുളം എക്സ്പ്ലോറേഷൻ നമ്മൾ നിർത്തുന്നത്. അങ്ങനെ തിരിച്ച് നമ്മളിവിടെ വന്ന് ക്യാൻറ്റീനിൽ വന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഏകദേശം 3 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് ആനമലയിൽ ചെന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ വെക്കേഷനും അതുപോലെ തന്നെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് പൊതുവെ കുറച്ച് തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നവർ കഴിവതും അങ്ങനെ പ്ലാൻ ചെയ്ത് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് നിരാശപ്പെടാതിരിക്കാൻ നല്ലത്. ഓൺലൈനിൽ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ ഇവിടെ കുറേ ഓപ്ഷനുണ്ട്. ചെറിയ നേച്ചർ വാക്കും, ട്രക്കിംഗ് ട്രയലുകളൊക്കെ, ചെറിയ ചെറിയ ട്രക്കിങ്ങും സൈക്ലിങ് വരെ ഉണ്ട്. നമുക്ക് കാട്ടിനുള്ളിലൂടെ ഒരു ചെറിയൊരു ഏരിയയിൽ നമുക്ക് സൈക്കിൾ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പറമ്പിക്കുളം ട്രക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പത്മാർക്ക് ട്രക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ കുറച്ച് ആനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പാടി, നമ്മുടെ മ്ലാവ്, കുറച്ച് മാനുകൾ, മയിൽ, അനയണ്ണ, കരിക്കുരങ്ങ്, അങ്ങനെ കുറച്ച് വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്തു. പിന്നെ ട്രക്ക് വലിയ ഹാർഡൊന്നും ആയിരുന്നില്ല. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വെള്ളം കുടിച്ച് തന്നെ പോകാമെന്നുള്ളതാണ് അതിനാകെയുള്ളൊരു ഓപ്ഷൻ. പിന്നെ നമ്മുടെ കൂടെ ഈ ഒരു ട്രക്കിൽ 5 പേരെ മാത്രമാണ് പെർമിറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊരു 5 പേരാണ് ഈ ഒരു ട്രക്കിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് നമുക്ക് അവർ എങ്ങനെയുണ്ട്, അവരുടെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇന്ദു ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് പ്ലാനറ്റ് എർത്തിൻ്റെ കൂടെ ട്രക്കിങ്. ഭയങ്കര നന്നായിരുന്നു. പിന്നെ പ്രതീക്ഷിച്ചും കൂടുതൽ മൃഗങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും പോകാൻ പറ്റട്ടെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, മാഡം. ഇന്നത്തെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രതീക്ഷയിലും കൂടുതൽ ചൂടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം തുടങ്ങി മൃഗങ്ങളെ കാണാൻ പറ്റി. ആദ്യം ഇതിനെ കണ്ടു, എന്തായിരുന്നു, മയിലിനെ കണ്ടു. പിന്നെ കുറേ മാനുകളെ കണ്ടു. പിന്നെ കുരങ്ങുകളെ കണ്ടു. ഓൺലി തിങ് ചൂടുണ്ടായിരുന്നു. പക്ഷെ വളരെ നല്ല ട്രക്കായിരുന്നു. അടുത്ത ട്രക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ലക്ഷ്മി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രക്ക്? അടിപൊളിയായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ്. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ട്രെക്കിങ് നമ്മൾ കുറച്ച് ചൂടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി. കുറേ ആനിമൽസിനെയൊക്കെ കണ്ടു. ശരിക്കും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തൊരു ട്രക്കിന് വരുമോ? ഡെഫിനറ്റ്ലി ഐ വിൽ ജോയിൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.